Jaya Vivaradhati Jaya Jaya Giridharadhari Jaya Yashodandana Vajajananjana Yashodandana Vajajananjana Yashodandana Vajajananjana Yamuna Tira Yamuna Tira Hare Krishna, Hare Krishna, Krishna Hare Rama, Hare Rama, Rama Rama, Hare
ओम नमो भगवते वासुदेवाय। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये। हे कृष्णा करुणा सिन्धु दीनबन्धु जगत्पते गोपेश गोपिका कान्ता राधा कान्त नमोस्तुते। तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्त वृंदा। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീ ശ്രീകൃഷ്ണ ബലരാമ ക്ഷേത്രത്തിലേക്ക് സ്വാഗതം. ജന്മാഷ്ടമി ആശംസകൾ. ഏവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഇനിയും 10 മിനിറ്റില് ദർശനമുണ്ടാകും. അപ്പോ ഇവിടെ ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം 31-ാം അധ്യായമാണ് കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശ്രീമദ് ഭാഗവതത്തില് ദശമസ്കന്ധത്തിനെ ഭാഗവത പുരുഷന്റെ തിരുമുഖമാണ് എന്ന് ആചാര്യന്മാർ പറയുന്നു. ഭാഗവതം ആർക്കും തന്നെ നേരിട്ട് കൃഷ്ണലീലയിലേക്ക് പോവാൻ സാധിക്കില്ല. അങ്ങനെ കൃഷ്ണലീലയിൽ പോയാലും ദശമസ്കന്ധത്തില് പ്രത്യേകിച്ചും ഭഗവാൻ പ്രകടിപ്പിച്ച മാധുര്യ ലീല, അതിലേക്ക് നമുക്ക് നേരിട്ട് എത്താൻ സാധിക്കില്ല. അതിന് ഹൃദയത്തിലുള്ള കാമക്രോധാദികളിൽ ഇരുന്ന് മുക്തനായ ഒരു വ്യക്തിക്ക് മാത്രമേ ദശമസ്കന്ധത്തിലും അതിലും പ്രത്യേകിച്ച് മാധുര്യ രസത്തിലേക്ക് പോകാൻ സാധിക്കൂ. പ്രഭുപാദ ശ്രീമദ് ഭാഗവതം ഇംഗ്ലീഷ് ഭാഷയിലേക്ക് തർജിമ ചെയ്ത് വ്യാഖ്യാനം ചെയ്തപ്പോൾ 3-ാമത്തെ 4-ാമത്തെ അധ്യായങ്ങളിൽ വന്നപ്പോൾ പ്രഭുപാദർ അത് നിർത്തിവെച്ചു. ശ്രീമദ് ഭാഗവതത്തിന്റെ കാതലായ ഭാഗം ദശമസ്കന്ധം, അതിലും കൃഷ്ണ ഭഗവാന്റെ ബാല്യലീലകൾ. അതുകൊണ്ട് പ്രഭുപാദ് ശ്രീകൃഷ്ണ എന്ന് പറഞ്ഞ് ഒരു ഗദ്യരൂപത്തില് ദശമസ്കന്ധത്തിനെ ആദ്യം ഭക്തജനങ്ങൾക്ക് നൽകി. പിന്നീടാണ് ഭാഗവതം വിവർത്തനം ചെയ്തത്.
സോ ഭാഗവതത്തിന് നമ്മൾ സമീപിക്കുമ്പോ ആദ്യത്തെ സ്കന്ധത്തിൽ ഇരുന്ന് പോണം. ആദ്യത്തെ സ്കന്ധം വളരെ ഡ്രൈ ആയിരിക്കും. കാരണം സൃഷ്ടി, ചതുർവ്യൂഹങ്ങള്, പുനർസൃഷ്ടി, എന്തിലിരുന്ന് എന്ത് വന്നു, പിന്നെ അവിടെ നിന്ന് എന്ത് സംഭവിച്ചു, പഞ്ചഭൂത, ഇങ്ങനെ ഒരു ഡ്രൈ ആയിരിക്കും. കാരണം ഭക്തജനങ്ങൾക്ക് ഭഗവാന്റെ ലീലകൾ കേൾക്കാനും ലീലകൾ ആസ്വദിക്കാനുമാണ് ഇഷ്ടം കൂടുതൽ. അതിന് പ്രത്യേക പ്രായവ്യത്യാസമൊന്നുമില്ല. ചിലർ വളരെ തെറ്റായി കഥകൾ കുഞ്ഞുങ്ങൾക്കും തത്വം വലിയവർക്കും എന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട്. അങ്ങനെയല്ല. ഭഗവത് കഥകൾ അർത്ഥസഹിതം, സാക്ഷാത്കാരം സഹിതം ഈ എല്ലാ പ്രായക്കാർക്കും അത് ഇഷ്ടമാണ്. ഭഗവത് കഥകളെ ആസ്വദിക്കാൻ തയ്യാറാകാത്തത് കൊണ്ടാണ് മനുഷ്യര് ഭൗതികമായ പരദൂഷണങ്ങൾ, അതായത് മറ്റുള്ളവരെ കഥകളിൽ താല്പര്യം കാണിക്കുന്നത്. സിനിമ നടിയുടെ വീട്ടിൽ പൂച്ചയ്ക്ക് എന്ത് സംഭവിച്ചു, നടൻ ആരുമായിട്ട് വഴക്കുണ്ടാക്കി. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഇത്തരം കാര്യങ്ങളിൽ താല്പര്യമുണ്ട്. എന്തുകൊണ്ടാണ്? ഭഗവത് കഥകളിൽ നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. ഭഗവാന്റെ ലോകത്തിൽ ഭക്തജനങ്ങളുമായി അനുഭവിക്കുന്ന പ്രേമമാണ് ഭൗതിക ലോകത്തില് കാമമായി മാറിയത്. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം 31-ാം അധ്യായം 8-ാമത്തെ ശ്ലോകം. മധുരയാ ഗിര വൽഗുവാക്യയാ ഭുഗമനോജ്ഞയാ പുഷ്കരീക്ഷണാ വിധികരീരിമാ ധീരമുഖ്യതേ നഗരസിന്ധുനാ ജയസ്വനാ മധുരയാ ഗിരാ വൽഗുവാക്യയാ ഭുഗമനോജ്ഞയാ പുഷ്കരീക്ഷണാ വിധികരീരിമാ ധീരമുഖ്യതേ നഗരസിന്ധുനാ ജയസ്വനാ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. Hare Krishna, Hare Krishna, Krishna Krishna, Hare Rama, Hare Rama, Rama Rama, Hare Hare. ഇന്നലെ ഭഗവാന്റെ കരങ്ങളെ കുറിച്ച്, പാദത്തിന്റെ മഹിമയൊക്കെ കുറിച്ച് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തായിരുന്നു. ഇന്ന് ഭഗവാന്റെ വാക്കുകൾ, മധുരയാ ഗിര വൽഗുവാക്യയ. അതായത് ഭഗവാൻ സംസാരിക്കുമ്പോൾ അത്രയും മാധുര്യത്തോട് കേൾക്കുന്ന ഹൃദയത്തിനെ ആകർഷിക്കുന്ന അർത്ഥവത്തായ മിതമായ വാക്കുകൾ സംസാരിക്കും എന്നാണ്. അതായത് ചില സമയം നമ്മൾ ഒരു കാര്യം അവതരിപ്പിക്കാൻ വേണ്ടി ഒരുപാട് വാക്കുകൾ ഉപയോഗിക്കും. അത് പിന്നെ ഈ പ്രപഞ്ചത്തിൽ അങ്ങനെയാണ്. മനസ്സിന്റെ ബലഹീനത കൂടുന്നതനുസരിച്ച് വാക്കുകളുടെ എണ്ണം കൂടും. ആചാര്യന്മാര് സംസാരിക്കുമ്പോ മിതമായി എണ്ണി അർത്ഥമുള്ള വാക്കുകൾ സംസാരിക്കും.
പക്ഷെ മനസ്സിന് ഒരു വ്യക്തമായ ധാരണയും വ്യക്തമായ കാഴ്ചപ്പാടും ഈശ്വരജ്ഞാനവും ഇല്ലാത്തവര് ഒരു കാര്യം അവതരിപ്പിക്കാൻ അനേകം വാക്കുകൾ ഉപയോഗിക്കും. ചിലപ്പം പറഞ്ഞത് തന്നെ തിരിച്ച് പറയും. ചിലപ്പോൾ എന്തെങ്കിലും പറയാൻ ഉദ്ദേശിച്ച് അവർ വേറെ എവിടെയെങ്കിലും ചെന്ന് നിൽക്കും. ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഇത് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകും. ആർക്കെങ്കിലും അങ്ങനെ അനുഭവം ഉണ്ടോ? അധികം സംസാരിച്ച് ഹരേ കൃഷ്ണ പ്രഭു ഒരു കാര്യം പറയണമെങ്കിൽ 10 വാക്കിൽ പറയുമെങ്കിൽ ഹരിപ്രിയ മാതാജി എത്ര വാക്ക് ഉപയോഗിക്കുന്നു? ആളില്ലല്ലോ, ആണായില്ല, വീട്ടിൽ പോയാൽ. സോ മിതമായ വാക്കുകൾ കൊണ്ട് അർത്ഥവത്തായ സംഭാഷണം 3 തരത്തിലാ: സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. കേൾക്കുന്നവർക്ക് ഹൃദയത്തില് ഒരു തൃപ്തി ഉണ്ടാകുമെങ്കിൽ, ഒരു പ്രീതി ഉണ്ടാകുമെങ്കിൽ അത് സത്വഗുണം. എല്ലാവർക്കും അകത്തോട്ട് വന്നിരിക്കാം. ഒരു 5-10 മിനിറ്റില് ദർശനം ഉണ്ടാകും. മനസ്സിന് പ്രീതിപ്പെടുന്ന വാക്കുകൾ സംസാരിക്കുവാണെങ്കിൽ അത് സത്വഗുണം. പ്രകോപനം, ദേഷ്യമുണ്ടാക്കുന്ന വാക്കുകൾ സംസാരിക്കുമെങ്കിൽ അത് രജോ ഗുണം. മനുഷ്യന്റെ വിചാരങ്ങളെ വർദ്ധിപ്പിച്ച് അതൊരു മോഹാലസ്യത്തിലേക്ക് പോകുമെങ്കിൽ അത് തമോ ഗുണം. ഇപ്പൊ ഇവിടെ തന്നെ നമുക്കൊരു ഉദാഹരണം എടുക്കാം. നമ്മൾ പറയുന്നു, ഭഗവാനെ തൊഴാനായിട്ട് വന്നു, ശരി 10 മിനിറ്റ് ആകും, ഒന്ന് കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ സത്വഗുണം. ഞാൻ വന്ന അരമണിക്കൂറാ, ഇതുവരെ കർട്ടൻ തുടങ്ങി, എന്താ ഇവിടെ എന്ന് പറഞ്ഞ രജോ ഗുണം. ഇവർക്ക് അച്ചടക്കവും വിദ്യാഭ്യാസവും ഒന്നുമില്ല, വെറുതെ വേഷമിട്ട് നാട്ടുകാരെ പറ്റിക്കുക എന്ന് പറഞ്ഞാല് തമോ ഗുണം. ഇത് നമ്മുടെ ജീവിതത്തില് അനുദിനം ഓരോ അവസരങ്ങളിലും നമ്മൾ പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ഭഗവാന്റെ സംഭാഷണം, ഗോപന്മാർ, ഗോപസ്ത്രീകൾ, വ്രജവാസികൾ എല്ലാവരുടെ ഹൃദയത്തിനെയും പിടിച്ചു വരും. മധുരയാഗിര വൽഗുവാക്യയ ബുധമനോജ്ഞയാ പുഷ്കരേക്ഷണ. ബുദ്ധിമാന്മാരെയാണ് ഭഗവാന്റെ വാക്കുകൾ ആദ്യം ആകർഷിക്കുന്നത്. അപ്പൊ ഇവിടെ ഭക്തന്മാർ ഈ സ്തുതിയിൽ പറയുന്നു, ഭഗവാന്റെ വാക്കുകൾ മധുരമായ വാക്കുകളാണ്, ബുദ്ധിമാന്മാരെ വശീകരിക്കുന്ന വാക്കുകളാണ്. പക്ഷെ ഈ ശ്ലോകത്തിൽ ഭക്തന്മാര് പറയുന്നു, പക്ഷെ ഞങ്ങൾക്കിത് കൺഫ്യൂഷനാണ്. ഭഗവാന്റെ സംഭാഷണം ഞങ്ങളെ വന്ന് ഇത് കൺഫ്യൂസ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. കാരണം എന്താന്ന് വെച്ചാല്, സാധാരണ ആത്മീകം ഇല്ലാത്ത, ഭക്തി ഇല്ലാത്തവർക്ക് ഭഗവാന്റെ വാക്കുകൾ മനസ്സിലാക്കാൻ പറ്റില്ല. ഗീതയിൽ തന്നെ കൃഷ്ണ ഭഗവാൻ പരസ്പര വിരുദ്ധമായി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഭഗവത്ഗീതയിൽ ഒരു സ്ഥലത്ത് ഭഗവാൻ പറയുന്നു, ദേവഗണങ്ങളെ പൂജിക്കാം, നല്ലതാണ്. ഇന്ദ്ര, ചന്ദ്ര, വരുണ, വായു, ദേവഗണങ്ങളെ പൂജിക്കൂ. ദേവഗണങ്ങളെ പൂജിച്ചാൽ ഞാൻ തന്നെയാണ് താങ്കളെ അനുഗ്രഹിക്കുന്നത്. അതേ ഭഗവാൻ ഇനിയൊരു സ്ഥലത്ത് പറയുന്നു, ദേവഗണങ്ങളെ പൂജിക്കുന്നവർ അല്പബുദ്ധികളാണ്, ബുദ്ധി കുറഞ്ഞവരാണ് ദേവന്മാരെ പൂജിക്കുക. അപ്പൊ എന്തെടുക്കും? കൺഫ്യൂസ്ഡ് ആയി പോകും. പിന്നെ ചില സ്ഥലത്ത് പറയുന്നു ഭഗവാൻ, വേദങ്ങളെ ആചരിക്കൂ. ഇനിയൊരു സ്ഥലത്ത് പറയുന്നു, വേദം മനസ്സിനെ കബളിപ്പിക്കുന്ന പുഷ്പ അലങ്കാരം നിറഞ്ഞ വാക്കുകളാണ്. അപ്പൊ നമുക്ക് തോന്നും, ഭഗവാൻ വേണോന്ന് പറയുന്നു, വേണ്ടെന്ന് പറയുന്നു എന്നൊരു സംശയമുണ്ടാകും. ആദ്യമായി അർജുനന്റെ കയ്യിൽ ഗാണ്ഡീപം കിട്ടിയ ഉടനെ ഭഗവാൻ അർജുനൻ ആ ഗാണ്ഡീപം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ കയ്യിൽ ഗാണ്ഡീപമുണ്ട്, ഞാൻ ഗാണ്ഡീപധാരിയ, കൗരവരെ എല്ലാം ശിക്ഷിക്കും. ഭഗവാൻ പറഞ്ഞു, അർജുന, നിനക്ക് എന്തെങ്കിലും മറ്റുള്ളവർക്ക് ലഭിക്കാത്തതൊന്ന് നിനക്ക് തന്നാൽ
അതുകൊണ്ട് വിനയവും അതിനെ മറ്റുള്ളവരുടെ സേവനത്തിന് ഉപയോഗിക്കുകയും വേണമാണ് ചെയ്യേണ്ടത്. അല്ലാതെ അത് വെച്ച് അഹങ്കരിക്കാൻ പാടില്ല. മറ്റുള്ളവർക്ക് ലഭിക്കാത്ത ഏതെങ്കിലും ഒരു അനുഗ്രഹം നമുക്ക് ഉണ്ടാകും. മറ്റുള്ളവർക്ക് സിദ്ധിക്കാത്ത ഏതെങ്കിലും അനുഗ്രഹം നമുക്ക് ലഭിക്കും. അപ്പൊ ആ അനുഗ്രഹം വെച്ച് മറ്റുള്ളവരുടെ സേവയിൽ വേണം അത് ഉപയോഗിക്കാൻ, അഹങ്കരിക്കാൻ പാടില്ല. ചിലപ്പോ മറ്റുള്ളവർക്ക് പാടാൻ പറ്റില്ല, നമുക്ക് പാടാനുള്ള കഴിവുണ്ടാകും. ചിലർക്ക് ജ്ഞാനം ഉണ്ടാവില്ല, നമുക്ക് ജ്ഞാനം ഉണ്ടാകും. മറ്റുള്ളവർക്ക് ധനമുണ്ടാകില്ല, നമുക്ക് ധനമുണ്ടാകും. എന്തെങ്കിലും മറ്റുള്ളവർക്ക് ഇല്ലാത്തതുണ്ടെങ്കിൽ അത് അടുത്തവന്റെ സേവനത്തിൽ ഉപയോഗിക്കണം. അല്ലാതെ ഇതെനിക്കുണ്ടെന്ന് പറഞ്ഞ് അഹങ്കരിക്കാൻ പാടില്ല. ഗാന്ധീപധാരി, നിന്റെ ഗാന്ധീപം ഉപയോഗിച്ച് ധർമ്മം ആചരിക്കണം, അല്ലാതെ ആരെയും ശിക്ഷിക്കരുത്. ഉടനെ അർജുനൻ സമ്മതിച്ചു. ഗാന്ധീപത്തിനെ എടുത്ത് സുരക്ഷിതമായി വെച്ചു. അത് ഉപയോഗിച്ച് ആരെയും ശിക്ഷിച്ചില്ല. പിന്നെ മഹാഭാരത യുദ്ധം വന്നപ്പോ ഭഗവാൻ ചോദിച്ചു അർജുനന്റെ അടുത്ത്, അർജുന, ഈ ഗാന്ധീപം എന്തിനു നോക്കാനാണ് കയ്യിൽ വെച്ചിരിക്കുന്നത്? ഇതുകൊണ്ട് എല്ലാവരെയും നീ ശിക്ഷിക്കണം. അപ്പൊ ആദ്യം വേണ്ട എന്ന് പറഞ്ഞു, പിന്നെ വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ശരിക്കും ഒരു ആത്മീക ജ്ഞാനം ഇല്ലാത്തവർക്ക് ഈ ഭഗവാന്റെ വാക്കുകൾ കബളിപ്പിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഇവിടെ ഭക്തന്മാര് സ്തുതിക്കുന്നു, ഗോപസ്ത്രീകൾ സ്തുതിക്കുന്നു, കൃഷ്ണ ഞങ്ങളെ അനുഗ്രഹിക്കുക, അങ്ങയുടെ വാക്കുകൾ അർത്ഥവത്തായിട്ട് ഞങ്ങൾ മനസ്സിലാക്കാനും ഉയരാനും വേണ്ടി. ഭഗവത്ഗീത തന്നെ ശരിക്കും ഒരു പരിശീലനമില്ലെങ്കിൽ വായിച്ചു കഴിഞ്ഞാല് വേറെ എവിടെയെങ്കിലും എത്തും. എനിക്കറിയാവുന്നതാ എത്രയോ ആൾക്കാർ ഭഗവത്ഗീത വായിച്ചിട്ട് അവസാനം അവരുടെ നിഗമനം ദൈവം ഇല്ല. മുഴുവൻ ഭഗവത്ഗീതയും വായിച്ച് അവരെവിടെ എത്തി? ദൈവം ഇല്ല. ആ ഭഗവത്ഗീത പറഞ്ഞു കൊടുത്തതാരാ? ആ ദൈവം തന്നെയാണ്. വായിച്ചിട്ട് അവിടെ ഇല്ലെന്ന് എത്തും. അതുകൊണ്ട് ശരിക്കും ഒരു ആചാര്യ പരമ്പര, ഗുരുശിഷ്യ ബന്ധത്തോട് ഭഗവാൻ, അതായത് നമ്മൾ അമ്പലത്തിൽ ചെന്ന് ഭഗവാനെ തൊഴുന്നു, ഭഗവാന്റെ അലങ്കാരം നല്ലതാണെന്ന് വർണ്ണിക്കുന്നു, ഭഗവാനെ ഇഷ്ടപ്പെടുന്നു, സ്തുതിക്കുന്നു, അതുപോലെ തന്നെ തുല്യമാണ് അദ്ദേഹത്തിന്റെ ഭഗവാന്റെ വാക്കുകളെ മനസ്സിലാക്കി ജീവിതത്തിൽ ആചരിക്കുന്നത്. അതിനും അതേ പ്രാധാന്യമുണ്ട്. പക്ഷെ നമ്മൾ ഒരു സൈഡ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചെല്ലാം ചെയ്യുന്നു. അതേ ഭഗവാൻ യാ സ്വയം പത്മനാഭസ്യ മുഖപത്മാത് വിനിശ്രുത, ആ പത്മനാഭന്റെ തിരുമുഖത്തിലിരുന്ന് വന്ന ഭഗവത്ഗീതയെ കൂടെ ആചരിച്ചാലേ ഭഗവാനെ അനുസരിക്കുന്നു എന്നുള്ളതാകും. ഓക്കെ. മധുരയ ഗിര വൽഗുവാക്യയ ബുധമനോജ്ഞയ പുഷ്കരേക്ഷണ വിധികരീരിമാ ധീരമുഖ്യതി അദര സിന്ധുനാ ധ്യായസ്വന. ഹരേ കൃഷ്ണ 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 ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം 31 ശ്ലോകം, അധ്യായം 9 ശ്ലോകം. ശ്രീമദ് ഭാഗവതത്തിന്റെ 18,000 ശ്ലോകങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ശ്ലോകം. ഭാഗവതത്തിൽ മൊത്തം 18,000 ശ്ലോകങ്ങളുണ്ട്. അതില് ഈ ശ്ലോകത്തിനെ ഒരു ഗോപുരം പോലെ നമ്മൾ അട്ടിവെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു ശിഖരം, അതിന്റെ ഒരു പീക്ക് ഉണ്ടാകുമല്ലോ, അത് ഈ ശ്ലോകമാണ്. ഇത് പ്രഭുപാദർക്ക് വളരെ ഇഷ്ടമാണ്. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന് വളരെ ഇഷ്ടമാണ്. ഇതാണ് അതിന്റെ പ്രധാനമായ ശ്ലോകം. ഇതെല്ലാവരും പഠിക്കുന്നതും നല്ലതാണ്. തവ കഥാമൃതം തപ്തജീവനം കവിവിരീഡികം കൽമശാപം ശ്രവണമംഗളം ശ്രീമദാതകം ഗൃഹന്തി യേ ഭൂരി
ഭാജനം ഭഗവതാമൃതം തത്വജീവനം പരിവീരികം കൽമശാപനം ശ്രവണമംഗളം ശ്രീമദാതം പുരിഗൃഹത്തി ഹരേ കൃഷ്ണ. Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Rama, Hare Rama, Rama Rama, Hare Hare. श्री कृष्ण बलराम की कृष्ण जन्माष्टमी महामहोत्सव की ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ്. തവകഥാമൃതം തപ്തജീവനം. ഭഗവാനെ, അങ്ങയുടെ കഥകൾ ഭക്തജനങ്ങളുടെ ജീവനാണ്. തപ്തജീവനം, ഈ തപ്ത എന്ന വാക്കിന് 2-3 അർത്ഥങ്ങളുണ്ട്. താപത്രയങ്ങളിൽ മുഴുകിക്കിടക്കുന്ന ഒരാളുടെ ജീവന അതിന് വെളിയിൽ വരാൻ. പുരാണങ്ങളില് ഈ താപത്രയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. നമ്മൾ എല്ലാവരും 3 തരത്തിലുള്ള താപങ്ങൾ, 3 തരത്തിലുള്ള പ്രശ്നങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ആധ്യാത്മികം, ആദിദൈവികം, ആദി ഭൗതികം. 3 പ്രശ്നം. അതായത് ഒന്ന് മനസ്സുകൊണ്ട് എല്ലാം ഉണ്ടെങ്കിലും, പണമുണ്ട്, നല്ല ആരോഗ്യമുണ്ട്, സുഖസൗകര്യങ്ങളുണ്ട്, ആവശ്യത്തിന് എല്ലാം ഉണ്ട്, എന്നാലും മനസ്സ് ഒരു ദിവസം അങ്ങ് തിരിഞ്ഞു നിൽക്കും. ഉപദ്രുത. തലേന്ന് ചെന്ന് ഉറങ്ങിയപ്പോ ഒരു കുഴപ്പമില്ല, സന്തോഷത്തോട് ഉറങ്ങി. രാവിലെ എണീറ്റപ്പോ മുഖം വന്ന് കടന്തല് പൊട്ടിയ പോലെ. ആരെങ്കിലും ചെന്ന് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ കടിക്കാൻ. അങ്ങനത്തെ എക്സ്പീരിയൻസ് ആർക്കെങ്കിലും ഉണ്ടോ? രാധിക രാത്രി ഉറങ്ങാതെ. തലേന്ന് ഒരു കുഴപ്പമില്ല, സന്തോഷമായി സൗമ്യമായി ചിരിച്ച മുഖത്തോടെ എല്ലാം തൃപ്തികരമായി ചെന്നു. രാവിലെ എണീറ്റപ്പോ കംപ്ലീറ്റ്ലി മാറി. അങ്ങനത്തെ എക്സ്പീരിയൻസ് ആർക്കും ഇല്ല. നിങ്ങളുടെ വീട്ടുകളിലുണ്ടല്ലോ. മനസ്സില്ല. ഇതിന് കാരണം എന്താ ആർക്കും അറിയില്ല. മനസ്സ് തിരിഞ്ഞു നിൽക്കും. പിന്നെ ഭൗതികം. ഇനി അതെല്ലാം മര്യാദയ്ക്ക് ഇരുന്നാൽ ഒന്നും അല്ലെങ്കിൽ 2 കൊതുവെങ്കിലും കഴിച്ചു. നല്ല സദ്യ ഇഷ്ടപ്പെട്ട് അത് വേണം, ഇത് വേണം, ഇത് വേണം, അത് വേണം എന്നൊക്കെ എടുത്ത് തിന്നുമ്പോ കഴിക്കുമ്പോ ഒരു കല്ല് അടക്കി പല്ലെല്ലാം പോയി. ആ സദ്യയുടെ രസമെന്ന് പോയി. എന്തെങ്കിലും ബാഹ്യമായി സംഭവിക്കും. പിന്നെ ഇതൊന്നും ഇല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡും വെള്ളപ്പൊക്കവും പേമാരി മഴയും ഏതെങ്കിലും മേലെ. ഇങ്ങനെ ഈ 3 ത്രയം, താപം 3 താപങ്ങളിൽ ഇരുന്ന് രക്ഷപ്പെടാതെ അങ്ങനെ. തപ്താന്ന് പറഞ്ഞ ശരിക്കുള്ള വാക്ക് എന്താന്ന് വെച്ചാൽ, ചിലരൊക്കെ ഈ ലോകത്ത് ഈ എണ്ണയ്ക്കകത്ത് പൊരിക്കുന്നത് പോലെ, ഈ പപ്പടമൊക്കെ പൊരിക്കുള്ളൂ, എണ്ണയിലിട്ട വരും. ചിലരുടെ ജീവിതം അങ്ങനെയാണ്. ഇങ്ങോട്ട് തിരിയാൻ പറ്റില്ല, ഇങ്ങോട്ട് തിരിയാൻ പറ്റില്ല. അങ്ങനെ ഉള്ളവർക്കും ഭഗവാന്റെ കഥകൾ ഒരു ആശ്വാസമാണ്. ഭക്തജനങ്ങൾക്കോ അതിലുപരി പ്രേമം വർദ്ധിപ്പിക്കുന്ന ഒരു അവസരമാണ്. താപത്രയത്തിൽ കുടുങ്ങിക്കിടക്കുന്നവർക്ക് ആശ്വാസവും ഭക്തജനങ്ങൾക്ക് പ്രേമം വർദ്ധിപ്പിക്കുന്ന ഒരു അവസരവുമാണ് ഭഗവാന്റെ കഥകൾ. അതുകൊണ്ടാണ് ഈ ശ്ലോകം ഗീത, ഭാഗവതം,
ചൈതന്യ ചരിതാമൃതം എല്ലാ പുസ്തകങ്ങളിലും ഈ ശ്ലോകം വേറെ വേറെ രൂപത്തിൽ വരുന്നുണ്ട്. ഗീതയിലും ഈ ശ്ലോകമുണ്ട്. എന്താണ്? കഥയന്തശ്ച മാം നിത്യം തുഷ്യന്തി ച രമന്തി ച. ഭക്തജനങ്ങൾ ഭഗവാന്റെ കഥകൾ കേട്ട് 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 തൃപ്തിയടയുകയും സന്തോഷിക്കുകയും ചെയ്യും. ഇതേപോലെ മറ്റു ഗ്രന്ഥങ്ങളിലും ഈ ശ്ലോകമുണ്ട്. തവകഥാമൃതം ഭക്തജീവനം പരിവിരീഡിതം ഇത് ഞങ്ങൾ ഗോപസ്ത്രീകളും ഗോപന്മാരും പറയുന്നു. കൃഷ്ണ, ഇത് ഞങ്ങളല്ല പറയുന്നത്. ഞങ്ങൾ പറഞ്ഞാലും എന്താ ഒരു ഒരു വികാരമാണെന്ന് പറയാം. ചിലർക്കൊക്കെ എന്താ പറയാ, ഒരു കൃഷ്ണനോട് ഒരു മമത, ഒരു കൃഷ്ണ എന്ന് പറയുമ്പോ കരയുക, ഉരുളുക, അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു അന്ധമായ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഒഴിഞ്ഞു മാറാം, വിശദീകരണം കൊടുക്കാം. പക്ഷെ ഇവിടെ ഗോപസ്ത്രീകളും ഗോപന്മാരും പറയുന്നത് ഞങ്ങളല്ല ഇത് പറയുന്നത്. മഹാപണ്ഡിതന്മാരും ആചാര്യന്മാരുമാണ് ഈ വാക്കുകൾ പറയുന്നത്. മാത്രമല്ല കൽമശാപം, എത്രയോ ജന്മങ്ങൾ നമ്മൾ ചെയ്ത കൂമ്പാരമായി കൂടിക്കിടക്കുന്ന കർമ്മങ്ങളെല്ലാം കത്തിപ്പോകും ഭഗവാന്റെ കഥകൾ കേട്ടാൽ, ഭഗവാന്റെ കഥകൾ സംസാരിച്ചാൽ. പരീക്ഷിത്തും സുഖമഹർഷിയും അത് തന്നെയാ ചെയ്തത്. ആചാര്യന്മാരും ഇതാ പറയുന്നത്, കർമ്മങ്ങൾ കത്തിപ്പോകും. പണ്ഡിതന്മാര് പറയുന്നു ശ്രവണമംഗളം ശ്രീമദാതഥം. ഈ 14 ലോകങ്ങളിലും വച്ച് ഏറ്റവും മംഗളകരമായ ശബ്ദം എന്ന് പറയുന്നത് ഭഗവാന്റെ കഥകൾ കേൾക്കുക. ശ്രവണമംഗളം. ശിവ എന്ന വാക്കിന്, മഹാദേവൻ എന്ന പേരിന് അർത്ഥം എന്താന്ന് വെച്ചാല് സദാ സന്തുഷ്ട മനസഹ സർവം ശിവമയം ദിശഃ. ശിവം എന്ന് വെച്ചാൽ മംഗളം. മഹാദേവൻ ഏത് ദിശയിൽ നോക്കിയാലും ഏത് ദിശയിൽ ചലിച്ചാലും എല്ലാം മംഗളമാണ്. കാരണം അദ്ദേഹം രാമനാമം, ഭഗവാന്റെ നാമം, ഭഗവത് കഥകൾ നിരന്തരം അദ്ദേഹം ആലപിക്കുന്നത് കൊണ്ട്, മഹാദേവൻ നിരന്തരം ഭഗവാന്റെ നാമം ഉച്ചരിക്കുന്നത് കൊണ്ട് ഏത് ദിശയിൽ നോക്കിയാലും അത് മംഗളം. ഈ പ്രപഞ്ചത്തിൽ വച്ച് കേൾക്കുന്നതിലെ ഏറ്റവും ഉയർന്നത് ഭഗവാനെ കുറിച്ച് കേൾക്കുന്നതാ. മറ്റതെല്ലാം, മറ്റ് സംഭാഷണങ്ങളെല്ലാം തവള എങ്ങനെയാണോ പാമ്പിനെ ക്ഷണിച്ചു വരുത്തുന്നത്, അതുപോലത്തെ സംഭാഷണമാണ്. അതുകൊണ്ട് ഭൗതികമായ സംഭാഷണങ്ങൾ കുറയ്ക്കുകയും ഭഗവത് കാര്യങ്ങൾ കൂടുതൽ ചെയ്യുകയും. ശ്രവണമംഗളം ശ്രീമദാതഥം. ലക്ഷ്മിദേവി വസിക്കുന്ന, ലക്ഷ്മിദേവി ശരണം പ്രാപിച്ചതാണ് ഭഗവത് കഥകളിൽ. ആ ലക്ഷ്മി പോലും നല്ല വൃന്ദാവനത്തിൽ പോയാല് ഒരു മനോഹരമായ ഒരു മഹാലക്ഷ്മി ക്ഷേത്രമുണ്ട്. പ്രധാനപ്പെട്ട വൃന്ദാവന ഗ്രാമത്തിലെ ആ ക്ഷേത്രം ഇല്ല. വലിയ പാടാ അവിടെ പോകാൻ. ഏകദേശം ഒരു അരമണിക്കൂറോളം ഈ വൃന്ദാവന ഗ്രാമത്തിനെ വിട്ട് നമ്മൾ യാത്ര ചെയ്യണം. യാത്ര ചെയ്ത് പോയിട്ട് ഒരു വിജനമായ, ആൾക്കാര് താമസമില്ലാതെ വിജനമായ സ്ഥലത്ത് പോകുമ്പോൾ ഒരു മനോഹരമായ വലിയ ഒരു മഹാലക്ഷ്മി ക്ഷേത്രം, അത്ഭുതകരമായ ഒരു മഹാലക്ഷ്മി ക്ഷേത്രം. പക്ഷെ ഒരു മനുഷ്യര് കാണില്ല. മഹാലക്ഷ്മിക്ക് വൃന്ദാവനത്തിൽ വന്ന് ഗോപന്മാരും ഗോപസ്ത്രീകളും അനുഭവിക്കുന്ന ആ മാധുര്യ ഭക്തിയിൽ പങ്കുകൊള്ളണം എന്ന് മഹാലക്ഷ്മിക്ക് ആഗ്രഹം. അങ്ങനെ മഹാലക്ഷ്മി വൃന്ദാവനത്തിൽ വന്നപ്പോ ഗോപന്മാരും ഗോപസ്ത്രീകളും മഹാലക്ഷ്മിയെ തടഞ്ഞിട്ട് പറഞ്ഞു, അങ്ങ് ഐശ്വര്യ സമ്പന്നയായ ഐശ്വര്യ ഭാവത്തിലാ, വൃന്ദാവനം മാധുര്യ ഭാവത്തിലാ, പ്രേമ ഭാവത്തിലാ. മഹാലക്ഷ്മിക്ക് വൃന്ദാവനത്തിൽ കയറാനുള്ള അനുമതിയും യോഗ്യതയും ഇല്ല എന്ന് പറഞ്ഞ് ഗോപികമാർ തടഞ്ഞു. ആരെ തടഞ്ഞു? മഹാലക്ഷ്മി പറഞ്ഞു, ഞാൻ നാരായണന്റെ കൂടെ ഉള്ളത്, ഞാനാണ് നിങ്ങളെയൊക്കെ സൃഷ്ടിക്കുന്നത്, നിങ്ങളുടെ പോക്കറ്റിലുള്ള പൈസയൊക്കെ ഞാനാ തരുന്നത്, നിങ്ങളുടെ സർവത്ര ധനധാന്യം ഐശ്വര്യം
എല്ലാം ഞാനാ തരുന്നത്, എനിക്ക് പോലും വൃന്ദാവനത്തിൽ പ്രവേശനമില്ലേ എന്ന് ചോദിച്ചപ്പോ ഗോപസ്ത്രീകൾ തൊഴുത കയ്യോട് പറഞ്ഞു, ഇല്ല, അങ്ങയ്ക്ക് അനുമതിയില്ല. മഹാലക്ഷ്മിയുടെ ഹൃദയം തകർന്നു. മഹാലക്ഷ്മി വൃന്ദാവന ഗ്രാമത്തിന്റെ കവാടത്തിൽ തപസ്യ ചെയ്യാൻ തുടങ്ങി. രാധാറാണിക്ക് വലിയ സങ്കടമായി. ഉടനെ രാധാറാണി ഗോപസ്ത്രീകളെ അയച്ച് മഹാലക്ഷ്മിയെ അകത്ത് വിട്ടില്ല. ഇരിക്കുന്ന സ്ഥലത്ത് ഒരു മനോഹരമായ കൂരയും ഒരു ആശ്രയവും പണ്ടു. സോ ഈ മാധുര്യ ലീല എന്ന് പറയുന്നത് വളരെ വളരെ ഉയർന്നത്. ഹൃദയത്തിൽ കാമക്രോധാദികൾക്ക് സ്ഥാനമുള്ളവർക്ക് ഇത് മനസ്സിലാക്കാനേ പറ്റില്ല. അതുകൊണ്ട് അങ്ങയുടെ കഥകളിൽ മഹാലക്ഷ്മി പോലും അഭയം പ്രാപിച്ചിരിക്കുകയാണ്. ഭുവി ഗൃഹന്തിയേ ഭൂരിഭാജന ഭുവി. 14 ലോകം, അണ്ടചരാക്ഷരം, ഇതിനെയാണ് ഭുവി, ഭൗതിക ലോകം എന്ന് പറയുന്നത്. ഈ ഭൗതിക ലോകത്തിന്റെ ഭാരം കുറയ്ക്കുന്ന ഏറ്റവും ഉയർന്ന കർമ്മം, നമ്മൾ എല്ലാവരും ചെയ്യുന്ന കർമ്മം ഭൂമിയിൽ ഭാരം കൂട്ടുന്ന കർമ്മമാണ്. ഇത് ശരിക്കും ആഴത്തിൽ മനസ്സിലാക്കണം. നമ്മൾ ചെയ്യുന്ന ജോലി എല്ലാം ഭൂമിയിൽ എന്ത് കൂട്ടും? ഭൂമിയുടെ ഭാരത്തിനെ കൂട്ടും. ഞാൻ ഒരാളെ വിവാഹം കഴിച്ചു, 2 പേര് ഒരുമിച്ച് കൂടി, അടുത്തത് എന്ത് സംഭവിക്കും? ഭാര്യ ഭർത്താവ് ഒരുമിച്ച് കൂടി, അടുത്തത് എന്ത് സംഭവിക്കും? സന്താനങ്ങൾ ഉണ്ടാവും. സന്താനങ്ങളെല്ലാം ഉണ്ടാവും. ഭൂമിയിൽ എന്ത് കൂടും? ഭാരം കൂടും. എല്ലാം നമ്മൾ തിന്നിട്ട് അടുത്ത ദിവസം രാവിലെ എന്താക്കും? ഭൂമിയിൽ 1/2 കിലോ എക്സ്ട്രാ കൊണ്ടുപോയി കൊടുക്കും. ഭൗതിക ലോകത്തിൽ ജനങ്ങൾ ചെയ്യുന്ന സർവത്ര പ്രവൃത്തിയും ഭൂമിയിൽ എന്ത് കൂട്ടും? 1/2 കിലോ കൂട്ടിയല്ലേ? എല്ലാരും കൂട്ടും. പക്ഷെ ഭൂമിയുടെ ഭാരം കുറയ്ക്കുന്ന ഒരേ ഒരു പ്രവർത്തനം ഏതാണ്? ഭഗവാന്റെ കഥകൾ. ഇത് കേൾക്കും തോറും ആ ജീവാത്മാവിന് എന്തുണ്ടാവില്ല? പുനർജന്മം ഉണ്ടാവില്ല. എല്ലാം മോക്ഷപഥത്തിലേക്ക് പോകും. ഇനി അഥവാ നമ്മൾ ഉള്ള തെറ്റെല്ലാം ചെയ്ത് അടുത്ത ജന്മം ആനക്കുട്ടിയായി ജനിച്ച എന്ത് സംഭവിക്കും? ഭൂമിയില് രാധികയുടെ വെയിറ്റ് എത്ര? ശരി, ആന പോട്ടെ, വല്ല തിമിംഗലമായിട്ട് ജനിച്ച എന്ത് ചെയ്യും? ഭാരം കൂട്ടും. അതായത് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഭൂമിയുടെ ഭാരം കൂട്ടിക്കൊണ്ടേയിരിക്കും. ഭഗവാനെ ആശ്രയിക്കുന്നത് മാത്രമാണ് ഭൂമിയിൽ എന്തിനെ കുറയ്ക്കുന്നത്? ഭാരം കുറയ്ക്കുന്നത്. നമ്മൾ അടുത്ത ആൾക്കാർക്ക് തലവേദന ആവണോ വേണ്ടേ? നിനക്ക് ഇഷ്ടപ്പെട്ടില്ല, എല്ലാം ഭാരം കൂട്ടും, ഇല്ലേ? നമ്മൾ ഭൂമിദേവി തന്നെ പറയുന്നുണ്ട് ഭാഗവതത്തിൽ ഒരു മനോഹരമായ ശ്ലോകം. എത്രയോ രാജാക്കന്മാര് വന്നു, അവരുടെ സാമ്രാജ്യമാണ് എന്ന് പറഞ്ഞു കൊടി നട്ടി വെച്ചു, ജയഘോഷങ്ങൾ ഉന്നയിച്ചു, എന്തെല്ലാം ചെയ്തു. ഇപ്പൊ ഒന്നിനെയും കാണാനില്ല. രാജാക്കന്മാർ ജനിക്കുന്നു, ചക്രവർത്തിമാർ ജനിക്കുന്നു, അവരെല്ലാം മരിക്കുന്നു. ഇത് പോയിക്കൊണ്ടേയിരിക്കും. കവകഥാമൃതം ജീവനം ശ്രവണമംഗളം ശ്രീമദാതകം ഗൃഹന്തിയേ ഭൂരിഭാജന. ഹരേ കൃഷ്ണ. ഹരേ രാമ. സാധിക്കുമെങ്കിൽ ഈ 4 വരി പഠിക്കുക. കാരണം ഈ ശ്ലോകം ഭഗവാന് കൈക്കൂലി കൊടുക്കുന്നത് പോലെയാണ്. അഥവാ നമ്മൾ മരിക്കുമ്പോൾ ദൈവം വന്ന് നമ്മളെ കൊണ്ടുപോയില്ലെങ്കിൽ, നമ്മുടെ ജപം ശരിയായില്ല, നമ്മുടെ സേവനങ്ങൾ ഒന്നും ശരിയായില്ല, ആധ്യാത്മിക ലോകത്തിൽ പോകാനുള്ള യോഗ്യത നമുക്കില്ലാതായാൽ ഫൈനലി ഒന്ന് കൈക്കൂലി കൊടുത്തു നോക്കാം. ആർക്ക്?
ഭഗവാൻ അങ്ങനെയെങ്കിലും അകത്തുള്ളൂ. ഇത് നടന്നതാണ്. ശ്രീ ചൈതന്യ മഹാപ്രഭു പ്രതാപരുദ്ര മഹാരാജാവിനെ കാണാൻ ഒരിക്കലും അനുവദിക്കില്ല. ചൈതന്യ മഹാപ്രഭു ജഗന്നാഥ് പുരിയിലെ രഥോത്സവത്തിന് വർഷാവർഷം പങ്കെടുക്കാനായിട്ട് വരും. പിന്നെ 18ഓളം വർഷം മഹാപ്രഭു ജഗന്നാഥ് പുരിയിൽ തന്നെ താമസമായി. എല്ലാ ഭക്തജനങ്ങളും മഹാപ്രഭുവിനെ കാണാൻ പോകും, നാമസങ്കീർത്തനത്തിൽ പങ്കെടുക്കും, മഹാപ്രഭുവിടെ കൂടെ സത്സംഗത്തിൽ കൂടും. മഹാപ്രഭുവിന്റെ അവരുടെ സംഘം കൊണ്ട് അവരെല്ലാം ധന്യരായി മാറി. പക്ഷേ ആ നാട്ടിലത്തെ രാജാവാണ് പ്രതാപരുദ്ര മഹാരാജ, മഹാഭക്തനാണ്. പക്ഷെ എത്ര തവണ കാണാൻ വന്നാലും പ്രതാപരുദ്ര മഹാരാജാവിനെ കാണാൻ അനുവദിക്കുകയേ ഇല്ല. മഹാപ്രഭു പറയും, വേണ്ട, അയാൾ ലൗകികവാദിയാണ്. ശുദ്ധ ഭക്തന്മാര്, മഹാസന്യാസിമാര് ഭൗതികതയിലുള്ള ആൾക്കാരെടുത്ത് പോലും പോവില്ല, കൂടില്ല. കാരണം ആ ഭൗതിക തീഷ്ണത നമ്മളെ സ്വാധീനിക്കുമെന്ന് പറഞ്ഞ് മെറ്റീരിയൽ ഏരിയയിൽ പോലും അവർ പോവുകയില്ല. എങ്ങനെയാണോ നമ്മൾ ഒരു അറവശാലയിൽ പോയി കഴിഞ്ഞാൽ ഇന്നത്തെ അവസ്ഥയിൽ പലരും നമ്മുടെ കൂട്ടത്തിൽ ഭക്തരാണ്, നാമജപം ചെയ്യുന്നവരാണ്, സസ്യബുക്കാണ്, വർഷങ്ങളായി കൃഷ്ണാവബോധം പരിശീലിക്കുന്നവരാണ് നമ്മളിൽ പലരും. ഇപ്പൊ നമ്മളെ കൊണ്ടുപോയി ഒരു ദിവസം അറവശാലയിൽ നിർത്തിയ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? സഹിക്കാൻ പറ്റില്ല, അല്ലേ? ആ ഒരു അവസ്ഥ മഹാപ്രഭു പറഞ്ഞു. ലൗകികവാദികൾ, അവരെ മനസ്സെല്ലാം പണം, കാമം, ഇതിൽ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് അദ്ദേഹം മഹാഭക്തനാ പ്രതാപരുദ്ര മഹാരാജ, കാണാൻ അനുവദിച്ചില്ല. പലവട്ടം ആവർത്തിച്ച് അപേക്ഷിച്ച് മഹാപ്രഭു അനുവദിക്കാത്തത് കൊണ്ട് മഹാപ്രഭുയുടെ സന്തത സഹചാരികളെല്ലാം ചെന്ന് ഇദ്ദേഹം അപേക്ഷിക്കുമായിരുന്നു രാജാവ്. എന്നിട്ടും വിടില്ല. അവസാനം പ്രതാപരുദ്ര മഹാരാജ തീരുമാനിച്ചു, ഇനി മഹാപ്രഭു എനിക്ക് ദർശനം തന്നില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. അതാണ് ഈ ശുദ്ധഭക്തി. നമ്മൾ അമ്പലത്തിൽ വരുന്നു, അടച്ചിരിക്കാണ്, അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം, 1 മണിക്കൂർ വെയിറ്റ് ചെയ്യുന്നു, എന്നിട്ടും ദർശനം കിട്ടിയില്ല. നമ്മളിൽ ആരെങ്കിലും വിചാരിക്കോ, കൃഷ്ണ നീ ദർശനം തന്നില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും, അങ്ങനെ വിചാരിക്കോ? ഈ അമ്പലം അല്ലെങ്കിൽ അടുത്ത്, അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ പോയി ഫോട്ടോയിൽ കണ്ടോളാം, അല്ലേ? പ്രതാപരുദ്ര മഹാരാജ ആഗ്രഹിച്ചു, ഞാൻ ആത്മഹത്യ ചെയ്യും. അപ്പൊ ഇതും കൂടെ കേട്ടപ്പോ ഭക്തന്മാർക്ക് വല്ലാതെ വ്യാകുലത ഉണ്ടായി. അവരെല്ലാം ചെന്ന് മഹാപ്രഭുവിനെ അപേക്ഷിച്ച്, ഇതാണ് അവസ്ഥ. രാജാവ് അന്ന് ശുദ്ധഭക്തനാ അദ്ദേഹം. അവസാനം പ്രതാപരുദ്ര മഹാരാജ ചൈതന്യ മഹാപ്രഭു സമ്മതിച്ചു, ഒരു കാര്യം ചെയ്യാം, രാജാവിനെ ഞാൻ കാണില്ല, അദ്ദേഹത്തിന്റെ അച്ഛന്റെ പ്രതിനിധിയാണ്, ആ യുവരാജ കുഞ്ഞിനെ വേണമെങ്കിലും ഞാൻ കണ്ടോളാം, അനുഗ്രഹിച്ചോളാം, പ്രതാപരുദ്ര മഹാരാജാവിനെ കാണുകയില്ല. അപ്പൊ ഇത് കേട്ടപ്പോ പ്രതാപരുദ്ര മഹാരാജാവിന് അല്പം സമാധാനമായി. ശരി, എന്നെ കാണാൻ, എനിക്ക് ദർശനം തരാൻ അനുവാദമില്ലെങ്കിലും എന്റെ മകനെ അനുവദിച്ചല്ലോ. അങ്ങനെ ആ കുട്ടി ചെന്നു. മഹാപ്രഭുവിന് നന്നായിട്ട് അറിയാം പ്രതാപരുദ്ര മഹാരാജ മഹാഭക്തനാണെന്ന് അറിയാം. എന്നാലും ലോകത്തിന് ഒരു സാക്ഷി, ഒരു മാതൃകയായി അദ്ദേഹം മാറി. ഉടനെ ആ മകനെ മഹാപ്രഭു ആലിംഗനം ചെയ്തു. തിരിച്ചു പോകുമ്പോ തന്റെ വസ്ത്രത്തിന്റെ ഒരു ചെറിയ ഭാഗം അദ്ദേഹത്തിന് പ്രസാദമായി കൊടുത്തു. മഹാപ്രഭുയുടെ സ്പർശനം കിട്ടിയ മാത്രയിൽ തന്നെ ആ കുഞ്ഞ് 2 കൈയും ഉയർത്തി കണ്ണുകൾ നിറഞ്ഞ് രോമാഞ്ചം കൊണ്ട് ഭഗവാന്റെ നാമം ജപിക്കുകയും തുള്ളിച്ചാടുകയും അത്രയ്ക്കും ആനന്ദത്തിൽ അദ്ദേഹം മാറി. മുഖമെല്ലാം പ്രസന്നമായി. പ്രതാപരുദ്ര മഹാരാജ തന്റെ മകനെ കണ്ട ഉടനെ ആലിംഗനം ചെയ്ത്, എന്റെ മകൻ ഇത്രയും വലിയ ഭാഗ്യം കിട്ടിയല്ലോ, മഹാപ്രഭുയുടെ അനുഗ്രഹം കിട്ടിയല്ലോ എന്ന് മകനെ ആലിംഗനം ചെയ്ത് നെറ്റിയിലൊക്കെ ഉമ്മ വെച്ച്. പിന്നെ പ്രതാപരുദ്ര മഹാരാജാവിന് ഒരു സങ്കടം തോന്നി. ഞാൻ എന്താ അത്രയ്ക്കും മഹാഭാവിയാണോ, മഹാപ്രഭുവിനെ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പൊ ഭക്തന്മാർ ഒരു രഹസ്യം പറഞ്ഞു കൊടുത്തു. ഇനി രഥയാത്ര വരാൻ പോകുന്നു. രഥയാത്ര സമയത്ത് മഹാപ്രഭുവിന് ആരെയും നിഷേധിക്കാൻ പറ്റില്ല. ആൾക്കൂട്ടം, ജനത്തിരക്കില് ആ 10 പേരുടെ, 100 പേരുടെ, 1000 പേരുടെ ഇടയ്ക്ക് ഒരാളായിട്ട് അങ്ങ് ചെന്ന് മഹാപ്രഭുവിനെ കാണാൻ സാധിക്കും. ഭക്തജനങ്ങളെല്ലാം ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു പ്രതാപരുദ്ര മഹാരാജാവ്. അങ്ങനെ
രഥയാത്രയിൽ നൃത്തം വെച്ച് കീർത്തനം ചെയ്ത് ചൈതന്യ മഹാപ്രഭു വന്ന് അവിടെ ഒരു ഉദ്യാനത്തിൽ വിശ്രമിക്കുമ്പോ അങ്ങനെ വിശ്രമിക്കുന്ന നേരത്ത് സാധാരണ ദാസനെ പോലെ തന്റെ കിരീടം, രാജകീയമായ ആഭരണങ്ങൾ ഇതെല്ലാം മാറ്റി വെച്ചിട്ട് ഒരു സാധാരണ എളിമയുള്ള ദാസനെ പോലെ വെറും തൂയ വെള്ളവസ്ത്രവും ധരിച്ചുകൊണ്ട് പ്രതാപരുദ്ര മഹാരാജാവ് ആ ഉദ്യാനത്തിൽ പോയി. മഹാപ്രഭു സ്വർണം പോലെ തേജസ്വിയായിരിക്കുന്ന മഹാപ്രഭു അവിടെ വിശ്രമിക്കുകയാണ്. അപ്പൊ മഹാപ്രഭു വിശ്രമിക്കുന്ന നേരത്ത് ഈ പ്രതാപരുദ്ര മഹാരാജ ഈ ശ്ലോകവും ഉദ്ധരിച്ചുകൊണ്ടാണ് മഹാപ്രഭുവിനെ സമീപിച്ചത്. ഈ ശ്ലോകം കേട്ട നിമിഷത്തിൽ മഹാപ്രഭുവിന് രോമാഞ്ചമുണ്ടായി, കണ്ണുകൾ നിറഞ്ഞു, കണ്ണിലിരുന്ന് ചൂട് കണ്ണീര് ചൊരിയാൻ തുടങ്ങി. ഉടനെ മഹാപ്രഭു എണീറ്റ് പ്രതാപരുദ്ര മഹാരാജാവിനെ ഹൃദയത്തോട് ചേർത്ത് ആലിംഗനം ചെയ്തു. അപ്പൊ ഈ കോള് വന്നപ്പോഴൊക്കെ കട്ടായി പോയാ പോസാവും, റെക്കോർഡിംഗ് പോസാവും. അപ്പൊ അവിടെ കട്ടായിട്ടുണ്ടാവും. കൃതാമൃതം ജീവനം ശ്രവണമംഗളം ശ്രീമദാസനം ശ്രവണമംഗളം ശ്രീമദാസനം ഹരേ കൃഷ്ണ. ദശമസ്കന്ധം 30-ാം അധ്യായം 31-ാം അധ്യായം 11-ാമത്തെ ശ്ലോകം. ചലസിയ വ്രജാചാരയ പശു നളിന സുന്ദരം നാദതേ പദം ശിലതൃണാകുരൈ ശ്രീരതീതിനാ കലിലതാമനാ ചലസിയ നളിന സുന്ദരം നാദതേ ശിലതൃണാകുരൈ ശ്രീരതീതിനാ കലിലതാമനാ ഭാഗ്യദക്ഷതി. ഈ ശ്ലോകത്തിൽ വീണ്ടും ഗോപന്മാരും ഗോപസ്ത്രീകളും ഭഗവാന്റെ പാദകമലത്തിന്റെ മഹിമയെ കുറിച്ച് പറയുന്നു. ഈ വ്രജം മുഴുവനും ചലിക്കുന്ന ആ മൃദുലമായ പാദമാണ് ഭഗവാന്റെ. ചലസിയൻ വ്രജ ചാരയൻ പശു, പശുക്കളെ മേയിച്ചുകൊണ്ട് ആ വ്രജഭൂമി മുഴുവനും ഭഗവാന്റെ തൃപ്പാദങ്ങൾ. ഒരു വളരെ രസകരമാണ്. നമ്മൾ ആരാധിക്കുന്ന സർവേശ്വരൻ തന്നെ ജോലിയും കൂലിയും ഇല്ലാതെ പശുക്കളെ മേയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ നാട്ടില് ഉപയോഗശൂന്യമായ ആൾക്കാരെയാണ് നമ്മൾ വഴക്ക് പറയുന്നത്. നീ വല്ല പശുവിനെ മേയ്ക്കാൻ പോകും എന്ന് പറയും. എന്ന് വെച്ചാൽ ഭൗതിക ലോകത്തിൽ പരാജയപ്പെട്ടവരും ഒന്നും നേടാൻ സാധിക്കാത്തവരെയാണ് വഴക്ക് പറയുന്നത് പശുക്കളെ മേയ്ക്കാൻ വിടാൻ എന്ന് പറയും. പക്ഷേ ഇവിടെ ആ മൃദുലമായ പാദം വെച്ച്
ചലസിയത് വ്രജഭൂമി മുഴുവനും ഭഗവാൻ നടക്കുകയാണ്. അതുകൊണ്ടാണ് അക്രൂരര് വൃന്ദാവനത്തിൽ ആദ്യമായി വന്നപ്പോ എവിടെ നോക്കിയാലും ഭഗവാന്റെ പാദചിഹ്നങ്ങള്, ഭഗവാന്റെ പാദത്തില് സുദർശന ചക്രത്തിന്റെ ചിഹ്നമുണ്ടാകും, താമരപ്പൂവിന്റെ ചിഹ്നമുണ്ടാകും, തുളസി തറ, ആനയുടെ ചെവിയിലിടുന്ന ആ ഒരു തോട്ടി, പിന്നെ ശംഖ്, ഇങ്ങനെ പല ഐശ്വര്യമായ മുദ്രകൾ, ചിഹ്നങ്ങൾ ഭഗവാന്റെ പാദത്തിലുണ്ടാകും. ഇപ്പോ ചില വീടുകളിലൊക്കെ ഇന്നത്തെ ദിവസം കൃഷ്ണ ജന്മാഷ്ടമി ദിവസം രാത്രി ഈ അരിമാവ് കൊണ്ട് ഭഗവാന്റെ കാൽപാദം വരയ്ക്കുന്ന കണ്ടിട്ടുണ്ടോ? ഒരുപാട് ഭക്തര് വീട്ടിൽ ചെയ്യും. ഇന്നത്തെ രാത്രി എന്ത് ചെയ്യും വെച്ചാല് അരിമാവ് ഉപയോഗിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കുഴച്ച് അത് പേസ്റ്റ് പോലെ ആക്കി അതില് ഇങ്ങനെ വീട്ടില് കൈ കൊണ്ട് ഇങ്ങനെ ചെറിയ കുഞ്ഞു കുഞ്ഞു കാലുകൾ വരയ്ക്കും. വാതില് തൊട്ട് അവരുടെ പൂജാമുറി വരെ ഇങ്ങനെ വരയ്ക്കും. അപ്പൊ അവരുടെ വിശ്വാസം എന്താന്ന് വെച്ചാൽ ഇന്ന് രാത്രി 12 മണിയാകുമ്പോ അവരെ വീട്ടിനകത്ത് ആരാ വരുന്നത്? കൃഷ്ണ ഭഗവാൻ വരുന്നു എന്ന് പറഞ്ഞ് വീടെല്ലാം വൃത്തിയാക്കി പൂക്കൾ കൊണ്ടെല്ലാം അലങ്കരിച്ച് പാദം മുറ്റം തൊട്ട് എന്ന് അരച്ച് അവിടെ ഒരു ഊഞ്ഞാല് വെച്ചിരിക്കും. രാത്രി 12 മണിക്ക് ഭഗവാന് പാല് കൊണ്ടും ഇതെല്ലാം ദ്രവ്യങ്ങൾ കൊണ്ട് അഭിഷേകം ചെയ്ത് അലങ്കാരം ചെയ്ത് നല്ല നൈവേദ്യമെല്ലാം രാത്രി ഒരാഴ്ച കൊണ്ടേ അമ്മമാരുണ്ടാക്കി തുടങ്ങും. മുറുക്കും ഈ സാധനങ്ങളെല്ലാം ഉണ്ടാക്കി തുടങ്ങും. ഹരേ കൃഷ്ണക്കാർ ഒരാഴ്ച മുമ്പേ പിസ്സ, ബർഗർ ഇതൊക്കെ ഉണ്ടാക്കി തുടങ്ങും. നാട്ടിലുള്ളവര് മുറുക്കും മറ്റേ ഇതും അത് ഇതൊക്കെ ഉണ്ടാക്കും. എല്ലാ രാത്രി കൊണ്ടുപോയി ഭഗവാന് സമർപ്പിച്ച് പിന്നെ അവസാനം ഇതെല്ലാം കൃഷ്ണ ഭഗവാൻ കഴിച്ച് ഇന്ന് രാത്രി ഊഞ്ഞാലിലിട്ട് അവര് പാട്ടുപാടി ഭഗവാനെ ഉറക്കും. അപ്പോ അക്രൂരര് വൃന്ദാവനത്തിൽ വന്നപ്പോ എവിടെ നോക്കിയാലും ഭഗവാന്റെ പാദങ്ങളും ഈ ചിഹ്നങ്ങളുമാ. ഈ പാദത്തിനെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ 7 ജന്മങ്ങൾ നമ്മൾ ചെയ്ത എത്രയോ ജന്മം ചെയ്ത പാപങ്ങളെല്ലാം ഇല്ലാണ്ടാണ്. അപ്പൊ ആ പാദചിഹ്നങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഭഗവാന്റെ രൂപത്തിനെ പറയാം നളിന സുന്ദരം, വളരെ സോഫ്റ്റ് ആണ്. ഇന്നലെ നമ്മൾ വിശദീകരിച്ചു, വളരെ സോഫ്റ്റ് പാദമാണ് കൃഷ്ണന്റെ. എന്നാ കാളിയന്റെ തലയിൽ കയറി ഡാൻസ് കളിച്ചപ്പോഴോ ഇടി വന്ന് തലയിൽ വെട്ടിയ പോലെ ഉണ്ടായിരുന്നു. സോഫ്റ്റ് ആണ്, എന്നാ ഭയങ്കര സ്ട്രോങ് ആണ്. നളിന സുന്ദരം നാഥതേ പദം. പിന്നെ ശില, ഈ പശുക്കളെ മേയ്ക്കാൻ പോയപ്പോ ഇവിടെ ഒരു നല്ല രസമാണ് ഈ ശ്ലോകത്തില്. ശില എന്ന് വെച്ചാല് ഒരു ചെറിയ കല്ല്, കൽശില എന്നൊക്കെ പറയല്ലേ, ശില. ഈ ശ്ലോകത്തിലുള്ളത് ശീല തൃണാൻ കുറൈ സീതീന. അങ്ങനെ കൃഷ്ണ ഭഗവാൻ പശുക്കളെ മേയ്ക്കാൻ പോയപ്പോ ഒരു കല്ല് കാലിൽ കുത്തിത്തറച്ചു. ഒരു കല്ല് കൊണ്ട്, സോഫ്റ്റ് പാദമായതുകൊണ്ട് ആ കല്ല് കുത്തി അങ്ങ് അകത്ത് കയറി. പക്ഷെ പ്രഭുപാദർ ഇതിനെ തർജിമ ചെയ്ത സമയത്ത് ശില എന്ന സംസ്കൃത വാക്കിന് കല്ല് എന്നതിനെ മാറ്റിയിട്ട് നെല്ലിന്റെ ഉമി എന്ന് എഴുതിയിരിക്കുക. ഇവിടെ വ്യക്തമായി സംസ്കൃതത്തിൽ ശ്ലോകത്തിൽ എന്താ വ്യാസൻ എഴുതിയിരിക്കുന്നത്? ശില എന്ന് വെച്ചാല് കല്ല്. പക്ഷെ പ്രഭുപാദർ വ്യാഖ്യാനിച്ചപ്പോ കല്ലെന്നുള്ള എഴുത്തിന് പകരം അവിടെ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? നെല്ലിന്റെ, ഈ നെല്ല് പൊട്ടിക്കുമ്പോ വരുന്ന സാധനമില്ലേ, ഉമി, അത് ഷാർപ്പായിരിക്കും, അതാണ് കുത്തിയത്. എന്തിന് പ്രഭുപാദർ അങ്ങനെ എഴുതി? ഇതേപോലെ ഒരു രസകരമായ കാര്യം മേൽപ്പത്തൂർ നാരായണീയത്തിലും എഴുതിയിട്ടുണ്ട്. ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് മേൽപ്പത്തൂർ നാരായണീയം രചിച്ച സമയത്ത് ദാമോദര ലീല അദ്ദേഹം രചിച്ചു. ദാമോദര ലീലയിൽ എന്താ പറയുന്നതെന്ന് വെച്ചാല് കൃഷ്ണ ഭഗവാൻ അമ്മയുടെ, യശോദ അമ്മയുടെ മടിയിൽ പാലും കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അടുപ്പിൽ വെച്ച പാല് പൊങ്ങി തിളയ്ക്കാൻ തുടങ്ങി. ഉടനെ അമ്മ എന്ത് ചെയ്തു? സ്വാഭാവികമായിട്ട് കൃഷ്ണനെ എടുത്ത് നിലത്ത് വെച്ചിട്ട് ഓടിച്ചെന്നിട്ട് ആ പാല് അണയ്ക്കാനായി പോയി. കൃഷ്ണൻ ഇഷ്ടപ്പെടോ? ഒരു കല്ലെടുത്ത് വീട്ടിലുള്ള പാൽക്കലം എല്ലാം പൊട്ടിച്ചു. എനിക്ക് പാല് തരാതെ പോയി വീട്ടിൽ ഇരുന്ന സർവത്ര പാൽക്കലവും കൃഷ്ണൻ അടിച്ചു പൊട്ടിച്ചു. ഇത് ഭാഗവതം, വ്യാസഭാഗവതം. നാരായണീയം മേൽപ്പത്തൂർ എഴുതിയപ്പോ കൃഷ്ണൻ ഓടക്കുഴൽ കൊണ്ട് പൊട്ടിച്ചു എന്ന് എഴുതി.
വ്യാസഭാഗവതം എഴുതിയത് 5000 വർഷങ്ങൾക്ക് മുമ്പ്, നാരായണീയൻ രചിച്ചത് 300-400 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ ഏതായിരിക്കും ശരി? കല്ലാണോ ഓടക്കുഴലാണോ? ഏതായിരിക്കും ശരി? കല്ല്. കറക്റ്റ്, കല്ലാണ് ശരി. അപ്പോ ഇദ്ദേഹം മേൽപ്പത്തൂർ എന്ത് ചെയ്തു? താൻ എഴുതിയ നാരായണീയത്തിനെ ഭാഗവതത്തോട് താരതമ്യം ചെയ്തു നോക്കിയപ്പോ അതില് കല്ല്, ഇതിൽ ഓടക്കുഴ. അയ്യോ, ഞാൻ തെറ്റ് ചെയ്തല്ലോ എന്ന് അദ്ദേഹം സങ്കടപ്പെട്ടപ്പോൾ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലിരുന്ന് പറഞ്ഞു, മേൽപ്പത്തൂരെ എഴുതിക്കോ, ഞാൻ ഒരു ദിവസം കല്ലുകൊണ്ടും പൊട്ടിച്ച് ഇനി ഒരു ദിവസം ഓടക്കുഴ കൊണ്ട് നീ അങ്ങോട്ട് എഴുതിയാ മതി. അംഗീകരിച്ചു. ആചാര്യന്മാർക്ക് വീക്ഷണമുണ്ടാകും, നമ്മളെപ്പോലെയല്ല. ഇതേ ഒരു പണ്ഡിതനാണ് വായിക്കണമെങ്കിൽ, ആഹാ, പ്രഭുപാദ് സ്വാമിക്ക് സംസ്കൃതം അറിഞ്ഞൂടാ. എന്താണ് ശില എന്നുള്ളതിന് കല്ലെന്ന് തർജ്ജിമ ചെയ്യാൻ നെല്ലുമി. അപ്പൊ പ്രഭുപാദന് സംസ്കൃതം അറിഞ്ഞൂടാ. അവർക്ക് സംസ്കൃതവും അറിയാം, അതിന്റെ അപ്പുറത്തുള്ളതും അറിയാം. അവർക്ക് ദർശനമുണ്ടാകും. ആചാര്യഗണങ്ങൾക്ക് എന്തുണ്ടാകും? ദർശനമുണ്ടാകും. ആ ലീല അവർ മനസ്സിൽ കാണും. വൃന്ദാവനത്തിലും ദാമോദര ക്ഷേത്രത്തിൽ ഒരു കുഞ്ഞു മുറിയിൽ പ്രഭുപാദരിരുന്ന് 2 ദിവസത്തിൽ ഒരിക്കൽ 1-2 ചപ്പാത്തിയും കഴിഞ്ഞ് 64 മാല 128 മാല ദിവസവും ജപിച്ച് ഭക്ഷണം ഉപേക്ഷിച്ച് സന്യാസം എടുത്ത് ഒരു ദിവസം 2 മണിക്കൂർ മാത്രം ഉറങ്ങി ഭഗവാനെ ധ്യാനിച്ച് രചിച്ച പുസ്തകങ്ങളാണ് ഇവയെല്ലാം. ഇതിനെ തൊടുന്നത് തന്നെ മഹാഭാഗ്യം, അത് വായിക്കുന്നത് നമ്മൾ ചെയ്ത ഭാഗ്യം. അതിമനോഹരമായ ശ്ലോകമാണത്. ചലസിയ പ്രജ ചാരയൻ പശു നളിന സുന്ദരം നാദതി പദം ശിലതൃണാത്മുരൈ സീദതി ദിന കലിലതാമന കാന്തരക്ഷതി. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. അടുത്തത് 31 അധ്യായത്തിൽ 12 ശ്ലോകം. ദിനപരീക്ഷയേ വനരുഹാനനം വനരജസ്വലം ദർശയന്നുഹു മനസി സ്മരാമിരക്ഷസി. ദിനപരീക്ഷയേ വനരുഹാനനം പ്രധാനം വനരജസ്വലം ദർശയന്നുഹു മനസി സ്മരാമിരക്ഷസി. അതിമനോഹരമായ ശ്ലോകമാണ്. ദിന, പകൽ സമയം, ദിനം. പരീക്ഷയെ, കഠിനാധ്വാനം. കുട്ടികളൊക്കെ പരീക്ഷയ്ക്ക് പോകില്ലേ? രാത്രി ഉറക്കമില്ല, തലേന്ന് ഉറക്കമില്ല, രാവിലെ മൊത്തം ടെൻഷൻ. പരീക്ഷ എന്ന് പറഞ്ഞാൽ കഠിനമായ അധ്വാനം. ഈ കഠിനമായ അധ്വാനം എന്ന് പറയുന്നത് എന്താണ്? ഭഗവാൻ പശുക്കളെ മേയ്ക്കാൻ പോയത് അത്ര കഠിനമായ അധ്വാനം എന്നാ പറയുന്നത്. അവിടെ പോയിട്ട് നമ്മളൊക്കെ മേയ്ക്കുന്ന പോലെയല്ല. ഒരു മരത്തിൽ കയറി ഇരുന്ന് ഓടക്കുഴല് വായിക്കും, ഇതെല്ലാം പോകും. അടുത്ത ട്യൂണ് വായിക്കും, ഇതെല്ലാം തിരിച്ചു വരും. ഇനിയൊരു ട്യൂണ് വായിക്കുമ്പോൾ അത് കിടന്നുറങ്ങും. ഇങ്ങനെയാണ് പശുക്കളെ മേച്ചത്. അല്ലാതെ നമ്മളെ പോലെ ഇപ്പൊ ഞാൻ ആശ്രമത്തിൽ ഒരു 20 എണ്ണത്തിന് മേയ്ക്കുന്നുണ്ട്, അതാ കഷ്ടപ്പാട് എനിക്കറിയാം. അപ്പൊ അങ്ങനെയല്ല പശുക്കളെ മേച്ചത് കൃഷ്ണൻ.
ഒരു മരത്തിന്റെ ശാഖയിൽ കയറിയിരുന്ന് ഓടക്കുഴൽ വായിക്കും, എല്ലാം അങ്ങോട്ട് പോകും. അത്ര ആ ഭഗവാന്റെ ഓടക്കുഴൽ. അങ്ങനെ കഷ്ടപ്പെട്ട് പശുക്കളെ മേച്ചത്ര. ദിനപരീക്ഷയെ നല്ല വൃത്തിക്കാണ് അമ്മ യശോദ അമ്മ അലങ്കരിച്ചു വിടുന്നത് ഭഗവാനെ. ഓരോന്നും ആലോചിച്ച് നെറ്റിയിൽ മറ്റേ ഇതിടണം. ഈ പെൺകുട്ടികളൊക്കെ ഇടൂലേ ഡാൻസിനൊക്കെ പോകുന്ന നെറ്റിയിൽ അത് ഇടണം. പിന്നെ മസ്കാര, കാജൽ, കൺമഷി ചെവി വരെ വരച്ചു വെക്കും. പിന്നെ വിൽവപ്പഴം പോലത്തെ ചുണ്ട് അലങ്കരിക്കും. മകരകുണ്ടലം, വലിയ കുണ്ടലമാണ് ചെവിയിൽ ഭഗവാൻ, അതിട്ടിട്ട് പീതാംബര വസ്ത്രം, പൂമാല, വൈജയന്തി, കൗസ്, എല്ലാ അലങ്കാരം എല്ലാം വെച്ച് അയച്ചാല് പശുക്കളെ മേച്ച് തിരിച്ചു വരുമ്പോ കണ്ണ് മാത്രമേ കാണൂ, ബാക്കി മൊത്തം പൊടിയടിച്ച്. ഈ കൊച്ചു കുട്ടികൾ സ്കൂളിൽ വെള്ളയും ഇട്ടിട്ട് അയക്കൂലേ, വൈകുന്നേരം വരുമ്പോ എങ്ങനെ വരും? ബ്രൗൺ കളറിൽ. അങ്ങനെ ഭഗവാൻ രാവിലെ പോയി കഴിഞ്ഞാൽ സന്ധ്യയ്ക്ക് വരുമ്പോ മൊത്തം പൊട്ടിയടച്ച് വെറും കണ്ണ് മാത്രമേ കാണൂ, ബാക്കി കംപ്ലീറ്റ് ഡസ്റ്റ് ആണ്. അങ്ങനെയാണ് വരുന്നത്. പക്ഷെ അത് കാണുമ്പോ അത് ആ വരവിന് വേണ്ടി ഗോപന്മാരും ഗോപസ്ത്രീകളും ഇങ്ങനെ കാത്തിരിക്കും. കൃഷ്ണ ഭഗവാന്റെ ആ തിരിച്ചു വരവ്, പശുക്കളെ മേച്ച് വരാനുള്ളത് അല്പം താമസിച്ചു പോയാലും ഇവരുടെ ശ്വാസം അധികരിക്കും, ശ്വാസം വർദ്ധിക്കും. കൃഷ്ണനെ കണ്ടില്ലല്ലോ, മണി 5 2 മിനിറ്റ് ലേറ്റായി, 3 മിനിറ്റ് ലേറ്റായി. എങ്ങനെയാണ് ഒരു അമ്മ കുഞ്ഞിനെ സ്കൂളിൽ വിട്ടിട്ട് ആ കുഞ്ഞ് വരാൻ താമസിക്കുന്തോറും അമ്മയുടെ ശ്വാസം വർദ്ധിക്കുന്നത്, അതുപോലെ ഈ ഗോപന്മാരും ഗോപസ്ത്രീകളും ഭഗവാന്റെ ഇതിനു വേണ്ടി എന്നും പശുക്കളെ മേയ്ക്കാൻ പോകും കൃഷ്ണ ഭഗവാൻ. ദിനപരീക്ഷയെ നീലകുണ്ടലൈർ. ആ കമ്മലിന്റെ നിറം എന്താണ്? നീല കളർ. ഒന്നും കാണാനില്ല, ഇന്നിവിടെ എല്ലാം പച്ചയാണ്. ദിനപരീക്ഷയെ നീലകുണ്ടലൈ വനരുഹാനനം വിപ്രദാഗതം. ഈ പശുക്കളെ മേയ്ക്കാൻ പോകുന്നത് വലിയ പ്രോഗ്രാമാണ്. 9 ലക്ഷം പശു, 1000 ഗോപന്മാർ, ഇത്രയും പേരാണ് ടീമിൽ പോണം. 1 2 അല്ല, എത്ര പശു? 9 ലക്ഷം പശുക്കളും 1000 ഗോപന്മാരും ഇവരുടെ ഫ്രണ്ടിൽ കൃഷ്ണ ബലരാമന്മാർ ഓടും. വയസ്സെത്ര? 6ഉം 7ഉം. 6ാമത്തെ 7ാമത്തെ വയസ്സിലാണ് അവർ പശുക്കളെ 9 ലക്ഷം പശുക്കളെ മേയ്ക്കാൻ പോയത്. ഇവിടെ 30 ആയാലും അരിയും കഞ്ഞിയും വെക്കാൻ അറിഞ്ഞൂട പലർക്കും. എല്ലാം പശുക്കളെ മേയ്ക്കാൻ പോകുമായി. ഗോപന്മാര് സന്തോഷം കൊണ്ട് ആകാശത്തിൽ ഇങ്ങനെ സോമർസോൾട്ട് ഈ ഓടി വന്ന് കറങ്ങൂല ആകാശം. അവർക്ക് അത്രയും സന്തോഷം. ആര് കൂടെ ഉണ്ട്? കൃഷ്ണൻ കൂടെ ഉണ്ട്. ഇങ്ങനെ ആകാശത്തിൽ ബൾട്ടി അടിച്ചിങ്ങനെ വട്ടം തിരിഞ്ഞ് ചിലത് കാലിൽ ലാൻഡ് ചെയ്യും, ചിലത് തലയിൽ ലാൻഡ് ചെയ്യും. മനസ്സിലായോ? ചില കുഞ്ഞുങ്ങൾ കാലിൽ ലാൻഡ് ചെയ്യും തിരിച്ച്, ചിലത് എങ്ങനെ ലാൻഡ് ചെയ്യും? തലകുത്തിനെ തലയിടിച്ച് ലാൻഡ് ചെയ്യും. എന്നാൽ അവർക്ക് ഒരു വിഷയമില്ല. പശുക്കളെല്ലാം കൃഷ്ണൻ കൂടെ ഉണ്ടല്ലോ ഉള്ള സന്തോഷത്തില് പുറംകാലിൽ ചാടും, ചിലത് മുന്നേ ഉള്ള കാലം നിലത്ത് വെച്ച് പുറംകാല് തൂക്കി ചാടും, ശബ്ദങ്ങൾ ഉണ്ടാക്കും. അത്ര സന്തോഷത്തിലാണ് ഇവര് പോകുന്നു പശുക്കളെ മേയ്ക്കാൻ. ആചാര്യന്മാർ ഇവിടെ വിശദീകരിക്കുന്നു, സേവനം ചെയ്യാൻ പോകുമ്പോഴും എങ്ങനെ പോകണം? എനിക്ക് എന്ത് സേവനം ഓടിച്ചാടി പോകണം. നമ്മുടെ ഭക്തന്മാർ സേവനം പറയുമ്പോ അങ്ങ് ഓടിപ്പോയി. ഇവരെല്ലാം ഓടിച്ചാടി തുള്ളിച്ചാടി സേവനം ചെയ്യാനായിട്ട് അങ്ങനെ പോകും. അപ്പോ ഈ ഗോപന്മാരും ഗോപസ്ത്രീകളെല്ലാം വീടുകളിൽ വന്ന് ജനാലയും വാതലിലും ഇങ്ങനെല്ലാം കാത്തിരിക്കും. ഈ പശുക്കളെ മേയ്ക്കാൻ പോകുന്ന ആ ഭംഗി കാണാനായിട്ട് എല്ലാവരും ഒത്തുകൂടിയിരിക്കും. തിരിച്ചു വരുമ്പോ ഇനിയും വന്നില്ലല്ലോ എന്ന് അവരെല്ലാം താമസിച്ചുവല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ കാത്തിരിക്കും. അങ്ങനെയാണ് മേയ്ക്കാൻ പോകുന്നത്. തിരിച്ചു വരുമ്പോ മുഴുവനും പൊട്ടിയടിച്ച് ആ കണ്ണുകൾ മാത്രമേ കാണൂ. ദിനപരീക്ഷയെ നീലകുണ്ടലൈ വനരുഹാനനം വിപ്രധാനം ഘനരജസ്വലം ദർശയന്നു. അപ്പൊ ഈ ദർശനത്തിനായിട്ട് ഈ ഗോപസ്ത്രീകളും ഗോപന്മാരും കാത്തിരിക്കുമ്പോ ഈ ഭഗവാന്റെ തലമുടി ചുരുണ്ടിരിക്കും. ഇങ്ങനെ ഫുള്ളും തലയിലുള്ള സ്പ്രിങ് പോലെ ഇങ്ങനെ ചുരുണ്ടിരിക്കും.
ഇത് വന്നിട്ട് ആകപ്പാട് പൊടിയടിച്ച് കാണാൻ പറ്റുന്നത് കണ്ണ് മാത്രമേ ഉള്ളൂ. ആ കണ്ണിന്റെ ഫ്രണ്ടിൽ 2 സ്പ്രിങ് വന്നെങ്കിൽ എനിക്ക് കാണാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. വിവരമില്ലാത്ത കുറെ പേര് കലികാലത്തില് ഇത് ഭംഗി കൂട്ടുന്ന പറയുന്ന ഏത് മുടി, ഈ ചുരുണ്ട്, ഇതിനെ പോയി അയൺ ചെയ്ത് സ്ട്രെയിറ്റ് ആക്കി കട്ടത്തട്ടാക്കി വെച്ചേക്കും. അതൊരു നാച്ചുറൽ ബ്യൂട്ടി എന്നാ പറയുന്നത്. ഏത്? ഈ ചുരുണ്ട മുടി. അപ്പൊ കാണാൻ പറ്റുന്നത് പൊടിയടിച്ച് കണ്ണ് മാത്രമേ ഉള്ളൂ. അതിലും ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ഘനരജസ്വലം, ഈ മുഖമെല്ലാം ഈ ചുരുണ്ടാണ് ഇരിക്കുന്നത്. പൂജാരിമാർ സ്ട്രെയിറ്റ് ആക്കി ചുരുണ്ട്, അങ്ങനെ ചുരുണ്ടിരിക്കുന്നത് വന്ന് ഇങ്ങനെ കണ്ണിന്റെ ഫ്രണ്ടിലെല്ലാം. ഭക്തന്മാര് പറയാ, മനസ്സിന സ്മരം. ഇതുപോലത്തെ ദർശനം മനസ്സിലുണ്ടെങ്കിൽ ഇതിനെ സ്മരിച്ചാൽ മാത്രം മതി, വേറെ എന്താ നമുക്ക് വേണ്ടത് എന്ന് പറയും. ദിനപരീക്ഷയെ ഗണരജസ്വലം ദർശയന്മുഹു മനസിന സ്മരാക്ഷസി. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ശ്രീ കൃഷ്ണ ബലരാം ശ്രീ കൃഷ്ണ ജന്മാഷ്ടമി മഹാമഹോത്സവത്തിൽ ഇതിന്റെ തുടർച്ച ഇന്ന് വൈകിട്ട് 7 മണിക്ക് ശേഷം ഉണ്ടായിരിക്കുന്നതാണ്. ദയവേത് ഈ ഫോൺ കൊണ്ടുവരും. ഇന്ന് വൈകിട്ട് വിശേഷാൽ അഭിഷേകം ഉണ്ടായിരിക്കും. ഇന്ന് യൂട്യൂബിലൊക്കെ ഭഗവാന്റെ കഥകൾ പറയുന്ന സ്വസ്തിക അവരുടെ സംഘവും ഇന്ന് വൈകുന്നേരം വരും. അവരുടെ ചെറിയൊരു അഷ്ടപതി സമർപ്പണം, ജയദേവ കവികൾ രചിച്ചതാണ് അഷ്ടപതി. ഗുരുവായൂർ, ബദ്രികാശ്രമം, ദ്വാരകാ ക്ഷേത്രങ്ങളിലെല്ലാം അഷ്ടപതി പാടിയാണ് ഭഗവാനെ ഓർക്കുന്നത്. ആ അഷ്ടപതിയുടെ സമർപ്പണം ഉണ്ടായിരിക്കും. സത്സംഗം, കീർത്തൻ, ഭജൻ. പിന്നെ ഭഗവാന് രാത്രി 10 മണിക്ക് ശേഷം മഹാഭിഷേകവും പ്രസാദവും ഉണ്ടായിരിക്കും. ഒരുപാട് ഭക്തർ ഇന്ന് വ്രതമനുഷ്ഠിക്കുന്നവരാണ്. വ്രതമനുഷ്ഠിക്കുന്നവർക്ക് പഴങ്ങൾ കഴിക്കാം. പഴം പോലും കഴിക്കാതെ, വെള്ളം കുടിക്കാതെ വ്രതമനുഷ്ഠിക്കുന്നവർക്ക് രാത്രി 11 മണിക്ക് ശേഷം വ്രതം മുറിക്കാവുന്നതാണ്. ശ്രീല പ്രഭുപാദ് കി ഹരേ കൃഷ്ണ.